പാറു, ആശുപത്രിയിൽ വെച്ച് എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ പ്രിയൻചേട്ടനാണെന്ന് നിങ്ങൾ രണ്ടുപേരും ഉറപ്പിച്ചു പറഞ്ഞതല്ലേ? എന്റെ പ്രിയൻചേട്ടന്റെ മനസ്സ് നിങ്ങൾ കണ്ടില്ലേ? എന്റെ സമ്മതം ഇല്ലാതെ അദ്ദേഹം എന്നെ തൊടുക പോലും ചെയ്തില്ല. അദ്ദേഹം എന്നെ ബോധം കെടുത്തി ഇങ്ങനൊരു ചതി ചെയ്യുന്ന നിങ്ങക്ക് തോന്നുന്നുണ്ടോ? എന്റെ അച്ഛന്റെ അമ്മയുടെ സമ്മതത്തോടെ എന്നെ കല്യാണം കഴിക്കാതെ എന്നെ അത്തരത്തില് തൊടുക പോലും ഇല്ലാന്ന് പ്രിയൻചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ എന്റെ ഉള്ളില് തകരുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവ ശുദ്ധി തെളിയിക്കാൻ വേണ്ടി എനിക്ക് ഇത്രയും നാണം കെട്ട ഒരു കാര്യം ചെയ്യേണ്ടി വന്നു എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് അറപ്പ് തോന്നുന്നുണ്ട്. ഏതൊരു പെൺകുട്ടിയെ ആഗ്രഹിക്കുന്ന ഇതുപോലെ തന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടണമെന്നായിരിക്കും. എനിക്കതിനുള്ള ഭാഗ്യമില്ലാതായി പോയി. പ്രിയൻചേട്ടനില്ലാതെ ജീവിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. കരയല്ലേ പാറു, സാഹചര്യങ്ങൾ കാരണമാ പ്രിയനെ ഞങ്ങൾ സംശയിച്ചത്. ഞങ്ങളുടെ സ്ഥാനത്ത് ആരായിരുന്നെങ്കിലും അങ്ങനെ തന്നെ ചിന്തിക്കൂ. ഓ മൈ ഗോഡ്, ഇവള് ഗർഭിണിയാണെന്ന് എനിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ലെന്നാ ഞാൻ കരുതിയത്. ഇവരും അറിഞ്ഞോ? ഇത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കും. നിന്നെ പരിശോധിച്ച ഡോക്ടറും പ്രിയനെ തന്നെയല്ലേ സംശയിച്ചത്? പക്ഷെ ഇപ്പൊ പ്രിയനല്ല നിന്റെ അവസ്ഥയ്ക്ക് കാരണക്കാരനെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. പ്രിയനാണ് ഇവളുടെ ഗർഭത്തിന് ഉത്തരവാദിയെന്ന് പാർവതി വിശ്വസിച്ചിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് അവനെ കല്യാണം കഴിക്കാൻ പാർവതിയെ സമ്മതിപ്പിക്കായിരുന്നു. ഇനി ഇവളുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ച് ആ അന്വേഷണം കൈലാഷിലെങ്ങാനും എത്തിച്ചേരുവോ? പ്രിയനല്ലാതെ മറ്റൊരാളാ ഇതിന് കാരണക്കാരനെന്ന് ആലോചിക്കുമ്പോ എനിക്ക് കൂടുതൽ പേടിയാവുന്നുണ്ട്. നിന്നോട് പ്രതികാരം ചെയ്യാൻ ആരോ കരുതിക്കൂട്ടി നിന്നെ ഈ അവസ്ഥയിലാക്കിയതാണെന്നാ എനിക്ക് തോന്നുന്നത്. നിന്നോട് ഇത്രയും പക ആർക്കാ ഉള്ളത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നോട് ഇത്രയും ക്രൂരത ചെയ്യാൻ മാത്രം ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആരായിരിക്കും ഇതെന്നോട് ചെയ്തെന്ന് ചിന്തിച്ച് എന്റെ തല പൊട്ടിത്തെറിക്കാൻ പോകുന്ന പോലെ തോന്നുക. നീ തളരരുത് പാറു, നിന്റെ കൂടെ ഞങ്ങളുണ്ട്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നത് വരെ ഇതിനെക്കുറിച്ച് വേറെ ആരും അറിയരുത്. നിനക്ക് ചുറ്റുമുള്ള ആര് വേണമെങ്കിലും ഇതിന് ഉത്തരവാദിയാവാം. അതാരാണെന്ന് നമ്മൾ എന്തായാലും കണ്ടുപിടിക്കും. നീ ധൈര്യം കൈവിടരുത്. പാർവതിക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും ഇവര് രണ്ടുപേരും ധൈര്യം കൊടുത്ത് കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കുമെന്നാ തോന്നുന്നത്. ഓ, ഇവര് അന്വേഷണം നടത്തി അതൊടുക്കം കൈലാഷിലേക്ക് എത്തുവോ? ഇവളോട് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് അയാൾ സുഖമായിട്ട് ജീവിക്കായിരിക്കും. അതിന് സമ്മതിക്കരുത്. എങ്ങനെയെങ്കിലും അയാളെ കണ്ടുപിടിച്ച് എല്ലാത്തിനും കണക്ക് പറയിക്കണം. കൈലാഷ്, നീ ഇവിടെ ഇരിക്കും. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്റെ കല്യാണക്കാരിയാണെങ്കിൽ എനിക്ക് കേൾക്കാൻ ഒരു താല്പര്യമില്ല. അങ്ങനെ നിനക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതിയോ? ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി നീ ഒന്ന് കേക്ക്. മമ്മിക്ക് എന്താണ് പറയാനുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ പാർവതിയാണല്ലേ? ഇന്ന് വീട്ടിൽ വിളിച്ചു വരുത്തി നീ വിരുന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചത് അവർക്കല്ലേ? എന്താ കൈലാഷ് മമ്മി പറയുന്നത്? പാർവതിയെ മാത്രമല്ല, പ്രിയനെയും കൂടി വിളിച്ച ഞാൻ ലഞ്ച് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ തമ്മിലുള്ള വഴക്കുകളെല്ലാം അവസാനിച്ചോന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത്.
മമ്മി ഇവിടെ ഉള്ളപ്പോ അവരെ വിളിച്ച വഴക്കുണ്ടാവുന്ന കരുതി അവരോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. പാർവതി പ്രിയന്റെ പെണ്ണാണെന്ന് നീ അംഗീകരിച്ചെങ്കിൽ അവളെ പ്രിയനെ ഇങ്ങനെ വീട്ടിൽ വിളിച്ചു വരുത്തി സൽക്കരിക്കുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കില്ല. പാർവതിയെ ഞാൻ പ്രണയിക്കുന്ന നിർത്തിയെന്ന് കരുതി അവളോടുള്ള എന്റെ കരുതലില്ലാതാകുമെന്ന് മമ്മി വിചാരിക്കണ്ട. അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ മമ്മി കുറച്ചും കൂടി ഓപ്പൺ മൈൻഡഡ് ആവണം. മതി. നിന്റെ മമ്മി പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? നിന്റെ വാശി ജയിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തില്ലേ? പാർവതിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സത്യാവസ്ഥ നീ മനസ്സിലാക്കിയേ പറ്റൂ. വൈകാതെ നീ ഒരു കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. ഡാഡി, വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. കല്യാണം കഴിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. അല്ലെങ്കിൽ നീ ആ പാർവതിയുടെ പുറകെ നടന്ന് ജീവിതം തുലച്ചു കളയും. ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു നല്ല പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ദയവ് ചെയ്ത് ഇതിനെപ്പറ്റി സംസാരിച്ച് എന്റെ മനസ്സമാധാനം കളയരുത്. അവനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. ഇനി കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കും, അവൻ അനുസരിക്കും. അത് മതി. ഞാൻ അധികം വൈകാതെ സത്യഭാമയുമായി സംസാരിച്ചോളാം. ഞാൻ എന്തായാലും മുക്തയുമായി അവന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. ആരുടെ അത്? പെൺകുട്ടിയുടെ ശല്യം ചെയ്യാൻ നിനക്ക് നാണമില്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് വാടാ. ഈശ്വര, ഏട്ടനായിരുന്നോ? തന്നെ നോക്കി വിസിലടിക്കാനേ ഈ നാട്ടില് ഞാനല്ലാതെ വേറെ ആരെങ്കിലും ധൈര്യം കാണിക്കുമോ? എടോ, താൻ അത്രയ്ക്ക് ടെററല്ലേ? കളിയാക്കൊന്നും വേണ്ട. ഒറ്റയ്ക്ക് പോകുന്ന പെൺകുട്ടിയെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാല് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ. ആ അതെ, ജീവിതകാലം മുഴുവൻ തന്നെ ശല്യം ചെയ്യാനുള്ള ലൈസൻസേ അധികം വൈകാതെ എനിക്ക് കിട്ടും. ആ ലൈസൻസ് കിട്ടുന്നത് വരെ അകലം പാലിക്കുന്നതാ നല്ലത്. ഞാൻ പോട്ടെ, ഇപ്പഴേ വൈകി അമ്മ അന്വേഷിച്ചു വരും. എടോ എടോ പോകല്ലോ. എടോ ലക്ഷ്മി, നിക്ക് ലക്ഷ്മി, പോകല്ലേ. ഇത്ര പെട്ടെന്ന് പോകലെടോ.